അനു, ഏറ്റവും പുതിയ വിവരം. ഈ വെഞ്ഞാറമൂട് അഫാൻ എന്ന് പറയുന്ന 23-കാരൻ തന്റെ സഹോദരനും ഉൾപ്പെടെയുള്ള രക്തബന്ധുക്കളെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഏറ്റവും നിർണായകമായ തെളിവ്, അതായത് ഈ തലക്കടിച്ച് കൊലപ്പെടുത്താൻ വേണ്ടി പ്രതി ഉപയോഗിച്ച ആയുധമായ ചുറ്റിക പോലീസ് കണ്ടെടുത്തിരിക്കുന്നു. അഫാന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഈ ആയുധം പോലീസ് കണ്ടെടുത്തിരിക്കുന്നത്. അതായത് ആദ്യം വാപ്പുമ്മയെ കൊലപ്പെടുത്തി, അതിനുശേഷം തന്റെ വാപ്പയുടെ സഹോദരനെയും ഭാര്യയും കൊലപ്പെടുത്തി, അതിനുശേഷം വീട്ടിലെത്തി കാമുകിയെയും സഹോദരനെയും കൊലപ്പെടുത്താൻ ഉപയോഗിച്ച, അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ആ തലക്കടിച്ച ആയുധമാണ് പോലീസ് കണ്ടെടുത്തിരിക്കുന്നത്. ഈ കേസിലെ ഏറ്റവും നിർണായകമായ ഒരു തെളിവായി വേണം ഇതിനെ നമുക്ക് കണക്കാക്കാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും ഈ പ്രതി തന്നെ ആദ്യം പറഞ്ഞത് താൻ ആദ്യം വെട്ടിക്കൊന്നു എന്നാണ് ആദ്യം പോലീസിനോട് മൊഴി നൽകിയതെങ്കിലും പിന്നീട് ചോദ്യം ചെയ്യലാണ് താൻ ഇവരെല്ലാം അടിച്ചു കൊന്നു എന്ന് പ്രതി വെഞ്ഞാറമൂട് പോലീസിന് മൊഴി നൽകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ആയുധം ഉപയോഗിച്ച് ചോദിക്കുമ്പോഴാണ് ചുറ്റുക ഉപയോഗിച്ചാണ് താൻ ഇവരെല്ലാം കൊലപ്പെടുത്തിയത് എന്നുള്ള മൊഴി ആദ്യഘട്ടത്തിൽ, അതായത് ഈ കുറ്റമെല്ലാം ഈ കൊടും ക്രൂരതകൾ ചെയ്ത ശേഷം സ്റ്റേഷനിലെത്തി കീഴടങ്ങിയ പ്രതി ആദ്യഘട്ടത്തിൽ നൽകിയത് മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ചുറ്റിക പോലീസ് അന്വേഷിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ വീട്ടിനുള്ളിൽ നിന്ന് തന്നെയാണ് ഈ പോലീസിന് ചുറ്റിക ലഭിച്ചതായി പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഈ കേസിലെ ഏറ്റവും നിർണായകമായ തെളിവ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാൻ കഴിയും. ഏതായാലും ഈ പ്രതിയുമായി ബന്ധപ്പെട്ട പശ്ചാത്തലം, ഇങ്ങനെ ഒരു കൊലപാതകം നടത്താനുള്ള സാഹചര്യം എന്താണ് എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായ പരിശോധന. ഇതിൽ പല കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, സാമ്പത്തികമായ പരാധീനത. അച്ഛന് ഗൾഫിൽ വലിയ ബിസിനസ് ഉണ്ടായിരുന്നു, വലിയ സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബമായിരുന്നു. പക്ഷെ പിന്നീട് ഈ ബിസിനസ് പൊളിയുകയും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കുടുംബം നീങ്ങുകയും ചെയ്തു. അത് ഒരു വലിയ പ്രശ്നമായി. ഈ മകൻ അഫാൻ അടക്കമുള്ള മകനിലടക്കം അത് വലിയ ആഘാതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. കാരണം ബിസിനസ് തുടങ്ങാൻ ബന്ധുക്കളിൽ നിന്നൊക്കെ പൈസ വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ ലത്തീഫ് അടക്കം 10 ലക്ഷം രൂപ അഫാന് കടം കൊടുത്തതായിട്ടൊക്കെ പോലീസിന് പ്രാഥമിക മൊഴികൾ ലഭിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ ഒരു സ്ഥിരീകരണം വരുന്ന കൂടുതൽ ഈ മൊഴികൾ പരിശോധനയിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. അങ്ങനെ ആ ഒരു സാമ്പത്തിക പരാധീനതയുമായി ബന്ധപ്പെട്ട വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയതായി പുറത്തുവരുന്ന വിവരം എന്നുള്ളത് ഈ അഫാന്റെ വീട്ടിൽ നിന്ന് ഈ കൊലയ്ക്ക് ഉപയോഗിച്ച ചുറ്റിക കണ്ടെത്തി എന്നുള്ളതാണ്.